ഹലോ, ഹായ്, ഹലോ പറ, ഹലോ ഹലോ ഹലോ, ഹായ്, ഹലോ ഹലോ. ഇല്ല ഇല്ല ഇല്ല, എന്നേൽക്ക് ഒരൊറ്റ മിനിറ്റ്. കുട്ടികൾ മാത്രം. ഹലോ ഹലോ ഹലോ, ഹായ്, ഹലോ ഹലോ ആയിരിക്കും. ശരി, വെരി ഗുഡ്. യെസ്, ഞാൻ വേദിയിൽ ഇരിക്കുന്ന വൈസ് പ്രസിഡന്റ്, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ മക്കളെ, ഞാൻ ഒരൊറ്റ പോയിന്റ് മാത്രം 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ APJ അബ്ദുൽ കലാം ഇതേപോലെ കുട്ടികളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, അദ്ദേഹം ഒരിക്കൽ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മനസ്സിന് വലിയൊരാഗ്രഹം, അദ്ദേഹത്തിന് വിമാനം പറത്തണം. ഉടനെ തന്നെ ആ ആഗ്രഹം അത് ചിന്തകളായി മനസ്സിൽ കൊണ്ടു നടന്ന് അവസാനം എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചു. വിമാനം ഓടിക്കാനൊക്കെ തയ്യാറി, പക്ഷേ പ്രാക്ടീസ് ഇല്ല. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. 10 ആളുകളെ സെലക്ട് ചെയ്യണം. അതിൽ 9 ആൾ മാത്രമേ എടുക്കൂ. 9 ആൾ സെലക്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് 10ാമതായി പോയി APJ അബ്ദുൽ കലാം. അദ്ദേഹം വിഷമം, ആ ചിന്തകൾ വീണ്ടും മനസ്സിൽ നടന്നു. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോഴാണ് അവസാനമായി ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ചീഫ് എയർ മാർഷലിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വിമാനം പറത്തണം. അദ്ദേഹത്തിന് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. 3 മാസം പ്രാക്ടീസ് ചെയ്തു. S-30 വിമാനം ആകാശത്ത് കൂടി പറത്തി. ആര് APJ അബ്ദുൽ കലാം. ശ്രദ്ധിക്കുക, ഇതിൽ അദ്ദേഹത്തിന്റെ ചിന്ത നോക്കൂ. ആഗ്രഹങ്ങളെ ചിന്തകളായി, ആ ചിന്തകളെ പ്രവർത്തനങ്ങളായി, പ്രവർത്തനങ്ങളുടെ റിസൾട്ടായി. ഇതായിരിക്കണം നിങ്ങൾ 3D. ഇന്ന് തരുന്നു ഡിസയർ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. നിങ്ങൾ ഏറ്റവും ഉയർന്ന് പഠിക്കുന്ന നല്ല മക്കളാവണം എന്ന ഒരു ആഗ്രഹം. എന്താണ് ജീവിതത്തിൽ എത്തേണ്ടത്? സെറ്റ് എ ഗോൾ യുവർ മൈൻഡ്. മനസ്സിനുള്ളിൽ ഒരാഗ്രഹം കാണുക. ആ ആഗ്രഹം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ അത് നേടുമെന്ന്. ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ നല്ലൊരു പൈലറ്റ് ആണെങ്കിൽ പൈലറ്റ് എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടക്കേണ്ടത്. ആ ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ആ ഡിറ്റർമിനേഷൻ ഉണ്ടാവണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ. PhD, പാഷൻ, ഹങ്കർ ആൻഡ് ഡിസിപ്ലിൻ. PhD, നിങ്ങൾക്ക് പഠനത്തോടുള്ള ഒരു അഭിനിവേശം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ഏത് കാര്യങ്ങളും പഠിക്കാനുള്ളൊരു ടെൻഡൻസി ആ പാഷനായിട്ട് കാണണം. ആ പാഷനെ ഹങ്കറാക്കി മാറ്റണം. അതായത് വിജ്ഞാനദാഹം. യൂട്യൂബിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും, മീഡിയകളിൽ നിന്നും, നെറ്റിൽ നിന്നും നിങ്ങൾക്ക് അത് ചിന്തകളെ എടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഹങ്കറായിട്ട് മാറണം. ആ ഹങ്കർ ആവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ മീൻ നെറ്റിലെയും വാട്സപ്പിൽ കൂടിയും 1000കണക്കിന് സൈറ്റിൽ കൂടി പോവാതെ പഠന കാര്യങ്ങളിൽ കൂടി ലക്ഷ്യബോധത്തിന് വേണ്ടി ശ്രമിക്കുന്ന നല്ല മക്കളായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.